ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദ പോയ പോക്കിന് ഗൗതത്തിനെ കയ്യിലെടുക്കാമെന്നും ഗൗതത്തിനെ വശീകരിച്ച് വലയിലാക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കൂട്ടുകാരിയുമായി ഗൂഢാലോചന നടത്തി പിങ്കി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ആസൂത്രണങ്ങളൊക്കെ നടത്തി. പക്ഷെ എന്ത് ചെയ്യാം, അതൊന്നും ഈശ്വരൻ അങ്ങ് അനുവദിച്ചു കൊടുക്കുന്നതല്ല. എന്തായാലും ഗൗതം പോണ കൂട്ടത്തിൽ തനിക്കും വരണമെന്നും അതുപോലെ അർജുൻ്റെ കാര്യങ്ങൾ ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതത്തിൻ്റെ മുന്നിൽ നിന്ന് നിറഞ്ഞങ്ങ് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കണ്ട ലക്ഷ്മിക്ക് മനസ്സിലായി ഇത് ലോക ഉഡായിപ്പാണ്, ഇവള് വെറുതെ ഓരോന്നുണ്ടാക്കി വെക്കുന്നതാണെന്ന്. അപ്പം വല്യമ്മയും അതുപോലെ തന്നെ ചെറിയമ്മയും എല്ലാവരും കൂടെ ചേർന്ന് അങ്ങോട്ട് അയ്യോ മോക്ക് പോകണം, അത് പോകണം, ഇത് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഇറക്കി. നീ അല്ലാതെ ആരെയും അവളെ കൊണ്ടുപോകാനുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും പിങ്കിയുടെ വക അയ്യോ പിങ്കിയോട് വേറെ വണ്ടി വിളിച്ചു തരാൻ പോകാനായിട്ട് പറഞ്ഞപ്പം അങ്ങനെയൊന്നും എനിക്ക് പറ്റില്ല ഗൗതം, അങ്ങനെ ഒരു മിലിറ്ററി ഓഫീസിലേക്ക് ഞാൻ എന്തെന്നും പറഞ്ഞാൽ കയറി ചെല്ലുന്നത്, അപ്പോൾ അതൊക്കെ അറിയാവുന്ന ഒരാൾ വേണ്ടേ എൻ്റെ കൂടെ വരാൻ എന്നൊക്കെ പറഞ്ഞു വലിയ ഡയലോഗുകളും കാര്യങ്ങളും. അങ്ങനെ ആ ഡയലോഗൊക്കെ ഇറക്കി എല്ലാവരുടെയും സമ്മതവും മേടിച്ച് അവിടെ നിന്ന് ഗൗതത്തിൻ്റെ കൂടെ പോകുന്നു. നിനക്കൊന്ന് പിങ്കി മോളെ അവിടെ കൊണ്ടുപോയാൽ എന്താ കുഴപ്പം, മാനം ഇടിഞ്ഞു വീഴുവോ എന്നൊക്കെയാണ് അവിടെയുള്ളവരുടെ ചോദ്യം. എന്തായാലും എല്ലാവരുടെയും ചോദ്യത്തിന് പരിസമാപ്തിയാക്കി എന്ന് ഉള്ളൊരിതിൽ നമ്മുടെ ഗൗതം പിങ്കി അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ലക്ഷ്മി ഇങ്ങനെ ദേഷ്യപ്പെട്ട് അവിടെ അങ്ങനെ നിൽക്കുക. എന്തായാലും ആ ഒരു സംഭവവും കാര്യങ്ങളും ഒക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ ലക്ഷ്മി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, ദൈവമേ ഈ പിശാച് പോയാൽ എന്താകും, ഗൗതത്തിനെ പെടുത്താൻ വേണ്ടി പോണ പോക്കാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടേ. പക്ഷേ നമ്മുടെ ഗൗതത്തിന് നിവൃത്തിയില്ല എന്നുള്ളതും ലക്ഷ്മിക്ക് അറിയാം. അങ്ങനെ ഇവർ പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ടോ ഗൗതമോനും അതുപോലെ പിങ്കിമോളും കൂടെ പോകുന്നത് കാണാൻ എന്തൊരു ഐശ്വര്യമാണെന്ന് നോക്കിക്കേന്ന് മോഹിനി. അപ്പോൾ ഗൗതമോനും പിങ്കിമോളും കൂടെ പോകുന്നത് കാണാനല്ല ഐശ്വര്യം, ഗൗതമോനും നന്ദമോളും കൂടെ പോകുന്നത് കാണാനാണ് ഐശ്വര്യം എന്ന് നമ്മുടെ ലക്ഷ്മി പറഞ്ഞപ്പോൾ അതൊക്കെ ലക്ഷ്മിയുടെ വെറും തോന്നലാണെന്ന് വല്യമ്മയുടെ വക. നിങ്ങൾക്ക് നാണമില്ല ഈ രീതിയിൽ സംസാരിക്കാനെന്ന് പ്രിയ അന്നേരം ചോദിച്ചു. നിന്നോട് ആരും അഭിപ്രായം ചോദിച്ചില്ലല്ലോ എന്നായി അന്നേരത്തേക്കും നമ്മുടെ മോഹിനിയുടെ കാര്യം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു നമ്മുടെ ലക്ഷ്മിയുടെ മുന്നിൽ വെച്ചും പ്രിയ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മി പറഞ്ഞു വേണ്ട, ഒന്നും മിണ്ടണ്ടെന്ന്. അങ്ങനെ ഒരു വഴക്കിന് സാധ്യത ഉണ്ടാക്കണ്ടല്ലോ, അപ്പോൾ ഒന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ ആ പ്രശ്നം അവിടെ വെച്ചങ്ങ് ഒഴിഞ്ഞു പോവാണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ ലക്ഷ്മി അങ്ങ് ആക്കിയിട്ട് അങ്ങ് കയറിപ്പോയി. ലക്ഷ്മി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാത്തിനും കാരണം ചെറിയമ്മ തന്നെയാണെന്നും ചെറിയമ്മ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം പ്രിയ ഇങ്ങനെ പറഞ്ഞു. എന്ത് ചെയ്യാനാണ്, ഇവരെ എന്തൊക്കെ കാണിച്ചാലും ഗൗതത്തിനെ എനിക്കറിയാം, അവൻ ഒരു തെറ്റും ഒരിക്കലും ചെയ്യില്ല. അങ്ങനെയുള്ളപ്പോൾ ഇവരെയൊന്നും പേടിക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ മോളെ എന്ന് അങ്ങനെ അങ്ങ് പറഞ്ഞു. അപ്പോൾ ആ ഒരു സംഭവം കാര്യങ്ങളും അതങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്നത് ഈ ഗൗതവും നന്ദയും കൂടി ഇങ്ങനെ പോവുക കാറിൽ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗതമാണെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പിങ്കിയോട് ചോദിക്കുന്ന സമയം പിങ്കി ഇങ്ങനെ വേഗം ഞാൻ ഇന്ന് മെയിനായിട്ട് പുറത്തിറങ്ങാനുണ്ടായ കാരണം എന്താണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അതിൻ്റെ കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയെ ഒന്ന് തനിച്ച് കിട്ടണമായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര റൊമാൻസും ആ ഒരു സ്റ്റൈലിൽ വർത്തമാനം. അപ്പം തന്നെ ഗൗതത്തിന് കാര്യം മനസ്സിലായി, ഇവള് റൂട്ട് വേറെ വഴിക്കാണ് വിടുന്നതെന്നുള്ള കാര്യം. എന്തായാലും നമ്മുടെ ഗൗതം അതൊക്കെ കേട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ പോണ വഴിക്ക് ഗൗതം എന്തായാലും നമ്മൾ വന്നതല്ലേ, നമുക്ക് അപ്പോൾ അവിടെ ഒരു കരിക്കിൻ്റെ കട കണ്ടു, അപ്പോൾ എന്തായാലും നമ്മൾ വന്നതല്ലേ, നമുക്കൊരു കരിക്ക് കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ, കരിക്കെങ്കിൽ കരിക്ക്. അങ്ങനെ ഗൗതം വണ്ടി നിർത്തി ഇവർ രണ്ടുപേരും കൂടി കരിക്ക് കുടിക്കാൻ അങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു കടൽ തീര ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഒരു ബീച്ച് ആ ഒരു ഇതൊക്കെയാണ്. അങ്ങനെ നിർത്തി കരിക്ക് ആ ചേട്ടനോട് പറഞ്ഞു 2 കരിക്ക് വേണമെന്ന് പറഞ്ഞു. ചേട്ടൻ കരിക്ക് വെട്ടി ഇങ്ങനെ ഇവർക്ക് കൊടുക്കുന്നു. ഈ സമയത്ത് കടൽ തീരത്ത് നിന്ന് കരിക്ക് കുടിക്കാൻ നല്ല രസമുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ പിങ്കി. അപ്പോൾ ഗൗതം പറഞ്ഞു കുഴപ്പമില്ല, കഴിക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇയാൾ കൊണ്ടുവന്ന് കൊടുത്തു. പിങ്കി അത് വാങ്ങിച്ചു. പിങ്കി അത് മേടിച്ചിട്ട് കുടിക്കാതെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഗൗതം ചോദിച്ചു, എന്താ പിങ്കിക്ക് എന്താ വേണ്ടേ, വേഗം കുടിക്ക് പോവേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ആസ്വദിച്ചു കൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ നിന്നും എന്താ പറയുന്നത് തലനാരിഴയ്ക്ക് നഷ്ടപ്പെട്ടു പോയതാണ് എൻ്റെ പ്രണയം. എൻ്റെ ഉള്ളിൽ കടൽ പോലെ തിരമാലകൾ പോലെ ഇങ്ങനെ അലയടിക്കുന്ന ആ പ്രണയം, എൻ്റെ കടലിനെ ഞാൻ എൻ്റെ കൺകുളിർക്കി ഒന്ന് കണ്ടോട്ടെ എന്ന് അവിടെ നിന്ന് നമ്മുടെ പിങ്കി ഇങ്ങനെ എന്നിട്ട് ഗൗതത്തിനോട് പറയാം. ഗൗതത്തിന് മനസ്സിലായത് ഗൗതത്തിനെ കൊള്ളിച്ചാണെന്ന്. ഗൗതം നേരത്തേക്കും ഇങ്ങനെ പിങ്കിയോട് ഇങ്ങനെ ഒരു സഹതാപം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ പുറത്ത് കൊണ്ടുപോയി ഗൗതത്തിനെ വശീകരിച്ച് വലയിലാക്കാൻ നോക്കിയതാണ് പിങ്കി. പക്ഷേ പിങ്കിയുടെ ഒരു അടവും നമ്മുടെ ഈ പറയുന്ന ഗൗതത്തിൻ്റെ മുന്നിൽ നടന്നില്ല.
കോൺഫിഡൻസോട് കൂടി തന്നെ ഗൗതം ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഗൗതത്തിൻ്റെ അരികിൽ ഒരിക്കലും പിങ്കിക്ക് കടന്നു കയറി ചെല്ലാനായിട്ട് കഴിയില്ല, അത് സത്യം. അങ്ങനെ അതും കഴിച്ച് പിങ്കി അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്തെല്ലാം അടവുകൾ വേണമെങ്കിലും നടത്തിക്കോളൂ പിങ്കി, നീ എന്തെല്ലാം കാണിച്ചെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവും. കാരണം എൻ്റെ ഉള്ളിൽ നിറയെ എൻ്റെ നന്ദയാണെന്നും എൻ്റെ മനസ്സ് ഞാൻ ഭദ്രമായി നന്ദയുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നതെന്നും അതുകൊണ്ട് നീ എന്തെല്ലാം കാണിച്ചിട്ടും ഒരു കാര്യമില്ല എന്നും പറയും. വശീകരണമല്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും വശീകരണത്തിന് വേണ്ടി വേറെന്തെങ്കിലും ചെയ്താൽ പോലും ഒരു കാര്യവും നടക്കില്ല എന്ന് ഗൗതം തറപ്പിച്ച് മനസ്സുകൊണ്ട് തീരുമാനിച്ചിങ്ങനെ നിൽക്കുക. എന്തായാലും പിങ്കി ആഗ്രഹിച്ചതുപോലൊന്നും കുറേ ഒന്നും നടന്നില്ല കേട്ടോ. അങ്ങനെ പിങ്കിക്കും വലിയ ഉദ്ദേശങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയം ഈ ഗൗതമായിട്ട് ചിലവഴിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം, അങ്ങനെയൊക്കെ ഉള്ളൊരിത്. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ ജ്യൂസൊക്കെ കരിക്കൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ഗൗതത്തിനോട് പറഞ്ഞു നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സെൽഫി എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഗൗതം ആദ്യം നിരസിച്ചെങ്കിലും എൻ്റെ ഒരു ചെറിയ ചെറിയ ആഗ്രഹമല്ലേ ഗൗതം, ഒന്ന് സാധിച്ച് തന്നോടെ എന്ന് ചോദിക്കുക പിങ്കി. അപ്പോൾ ശരി, ചെറിയ ആഗ്രഹമെങ്കിൽ ചെറിയ ആഗ്രഹം, അത് സാധിച്ചു കൊടുത്താൽ മാറണം ഒഴിയുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മുടെ ഗൗതം ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഗൗതം നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ സെൽഫി എടുത്തു നമ്മുടെ പിങ്കി. വളരെ സന്തോഷമായി. അപ്പോൾ ഗൗതം 1 കിലോമീറ്റർ അപ്പുറം മാറിയാണ് നിൽക്കുന്നത്, പിങ്കി ഇപ്പറയും. അടുത്ത് നിൽക്കുക ഗൗതം എന്ന് പറഞ്ഞിട്ടും ഗൗതം ഒരു പരിധി വിട്ടങ്ങ് അടുത്തില്ല, നിൽക്കേണ്ട ആ ഒരു സ്ഥാനം ഉണ്ടല്ലോ ആ സ്ഥാനത്ത് തന്നെ നിന്നു. അങ്ങനെ എന്തായാലും ആ ഒരു ഫോട്ടോയും എടുത്തു. അങ്ങനെ അവരുടെ ചുറ്റിക്കറങ്ങലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലോ കൂട്ടുകാരി എന്തായെന്ന് അറിയാനായിട്ട് ഈ പറയുന്ന സാന്ദ്ര വിളിച്ചിട്ട് കിട്ടാതെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് വരിക. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്തായി ഇന്നത്തെ വിശേഷങ്ങളെന്ന് സാന്ദ്ര ചോദിച്ചു. സാന്ദ്ര ചോദിക്കുന്ന സമയത്ത് ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. എടി മന്നബുദ്ധി പൊട്ടിക്കാളി, അങ്ങനെ ഒരു ജ്യൂസ് കുടിച്ച് പിരിയാനാണെങ്കിൽ എന്തിനാടി നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിന്ന് ഗൗതത്തിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നത്? അതിൻ്റെ വല്ല ആവശ്യവും നിനക്കൊണ്ട് ഇവിടെ തന്നെ ഇരുന്നാൽ പോരെ? എടി നിനക്ക് നിൻ്റെ ഗൗതത്തിനെ തിരിച്ചു കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഗൗതം നിൻ്റേതാകണമെന്നുണ്ടെങ്കിൽ ചുമ്മാ പുറത്ത് ഔട്ടിങ്ങിന് കൊണ്ടുപോയി ഒരു കരിക്കു മേടിച്ച് കുടിച്ചത് കൊണ്ടൊന്നും നിനക്ക് അവനെ കിട്ടാൻ പോകുന്നില്ല. അതിനു വേണ്ടുന്ന പണി നീ ചെയ്യണം, എന്നാൽ മാത്രമേ ഗൗതത്തിനെ നിനക്ക് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. പണി ചെയ്യാനോ? എന്ത് പണി ചെയ്യാൻ? ഇനി അതും ഞാൻ നിനക്ക് പറഞ്ഞു തരണമെന്ന് ചോദിച്ചു. നീ എന്തൊക്കെയാ പറയുന്നത് സാന്ദ്ര, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പിങ്കി പറഞ്ഞപ്പോഴേക്കും എന്താണോ ചെയ്യേണ്ടത് അത് A to Z കാര്യങ്ങൾ സാന്ദ്ര പറഞ്ഞു കൊടുക്കുക. അതായത് നന്ദ വരുമ്പോഴേക്കും ഇവർ തമ്മിൽ അടുത്ത് ഇടപഴകുന്ന ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്ന്. അങ്ങനെ അകലെ നിന്ന് സെൽഫി എടുത്തത് കൊണ്ടൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്നും നന്ദയുടെ ഉള്ളിളക്കുന്ന രീതിയിൽ നിങ്ങൾ തമ്മിൽ അടുത്ത് ഇടപഴകുന്ന രീതിയിലുള്ള വീഡിയോകൾ ഉണ്ടാക്കണമെന്നും ആ വീഡിയോകൾ വെച്ചിട്ട് വേണം കളി ഇറക്കാനെന്നൊക്കെ പറഞ്ഞ് സാന്ദ്ര എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ സാന്ദ്ര പറഞ്ഞ അനുസരിച്ച് പിറ്റേ ദിവസവും ഈ പറയുന്ന പരിപാടിയൊക്കെ ഒപ്പിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ പിങ്കി ഭയങ്കര തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ ഇനി എന്തു പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും എന്ന് പിങ്കി ചോദിച്ചപ്പോൾ അതിനുള്ള വഴി പിങ്കി കണ്ടുപിടിക്കണമെന്നും കൂട്ടുകാരിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. എന്തായാലും ഗൗതത്തിനെ വശീകരിച്ചേ മതിയാകൂ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരികൾ 2 പേരും കൂടി പ്ലാൻ ചെയ്ത് പദ്ധതി ഒരുക്കി അങ്ങനെ അങ്ങ് പോണു. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഇവർ 2 പേരും പോകുന്ന വണ്ടിയിൽ കയറി ഇരിക്കുന്നു. അതുപോലെ തന്നെ ഗൗതത്തിൻ്റെ അരികിലിരിക്കുന്ന പിങ്കി പെട്ടെന്ന് ഗൗതത്തിൻ്റെ ദേഹത്തേക്ക് എന്തോ ഒരു ചുഴലി പിടിച്ചതുപോലെയൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ വീഴുന്നു. അപ്പോഴത്തേക്കും കൂട്ടുകാരി ഒരു മരത്തിൻ്റെ മറവിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. അങ്ങനെ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം ചെയ്തു കൂട്ടുമ്പോഴും ഒരു യാഥാർത്ഥ്യമുണ്ട്, പോയിരിക്കുന്നത് നമ്മുടെ നന്ദയാണെന്ന്. എന്തായാലും ഇതൊക്കെ നമ്മുടെ പിങ്കിയുടെ വെറും ദിവാസ്വപ്നം മാത്രമായിരിക്കും. ഗൗതത്തിനെ അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഗൗതത്തിനെ വരുതിക്കാക്കാം എന്നൊക്കെയുള്ളത് വെറും ദിവാസ്വപ്നം മാത്രം. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.